ജീവിതം ഒരു വിമാനയാത്ര. റോമർ 8:31 മുതൽ 39 വരെ. ധ്യാനത്തിനായിട്ട് 31 വാക്യം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ഒരിക്കൽ ഒരു യുവാവ് വിമാനമോടിക്കാൻ പരിശീലിക്കുകയായിരുന്നു. ഇൻസ്ട്രക്ടർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. വിമാനത്തിൻ്റെ യന്ത്രോപകരണങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അയാൾ കാണിച്ചു കൊടുത്തു. വിമാനത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന യന്ത്രോപകരണങ്ങളിൽ ആദ്യമായിട്ടാണ് ആ യുവാവ് കൈവയ്ക്കുന്നത്. അയാളുടെ കൈയും കാലും വിറയ്ക്കുവാൻ തുടങ്ങി, തല കറങ്ങുവാനും. അപ്പോൾ പൈലറ്റ് അയാളെ ധൈര്യപ്പെടുത്തി ഓരോ ഉപകരണവും പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വീണ്ടും കാണിച്ചു കൊടുത്തു. ആ വിമാനം യഥാപഥം നയിച്ച് ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കുന്നതിനെ അതിൻ്റെ യന്ത്രോപകരണങ്ങളെ വിശ്വസിക്കുക എന്നതാണ് പ്രഥമത വേണ്ടതെന്ന് ആ യുവാവിനൊടുവിൽ ബോധ്യമായി. തൻ്റെ യുക്തിയിലും വികാരങ്ങളിലും അമർന്നിരുന്നുകൊണ്ടാണ് വിമാനത്തിൻ്റെ യന്ത്രോപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ ആദ്യം കഴിയാതെ പോയതെന്നും അയാൾക്ക് മനസ്സിലായി. നമ്മുടെ ജീവിതത്തെ ഒരു വിമാനയാത്രയോട് ഉപമിക്കാം. ആകാശത്തോടുകൂടി ഒരെത്തും പിടിയുമില്ലാതെ നീങ്ങുന്ന വിമാനത്തെപ്പോലെയാണ് ജീവിതം. ദൈവത്തിലുള്ള വിശ്വാസമാകുന്ന യന്ത്രോപകരണം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മിൽ പലരുടെയും കൈവിറയ്ക്കും, തല കറങ്ങുകയും ചെയ്യും. ഇതെന്തുകൊണ്ടാണെന്ന് മേലുദ്ധരിച്ച ഉദാഹരണം വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ യുക്തിയും വികാരങ്ങളും ദൈവത്തിലുള്ള വിശ്വാസത്തിന് പൂർണ്ണമായി അടിയറ വയ്ക്കാതെ ജീവിത നൗകയുടെ ഗതി നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ജീവിതത്തിൻ്റെ മറുകര എത്തിയ മഹാ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ശരിയാണോ എന്ന് സംശയിക്കുകയും എങ്ങും ഒരെത്തും പിടിയുമില്ലാതെ അമ്പരവീതിയിലൂടെ എന്നവണ്ണം സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതെ പരിഭ്രമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയിലും യുക്തിവാദത്തിലും ആശ്രയിക്കുന്നുകൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിതമായ വേർപാടിലുള്ള തീവ്രമായ ദുഃഖത്തിലാണ്ടിരിക്കുന്നവർ ദൈവം എന്തുകൊണ്ട് ഇപ്രകാരം ചെയ്തു, എന്തുകൊണ്ട് തങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല, ഇത്ര നിർദ്ദയമായി ദൈവം പ്രവർത്തിക്കത്തക്കവണ്ണം തങ്ങൾ എന്ത് പാപമാണ് ചെയ്തത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക പതിവാണ്. നമ്മുടെ വിശ്വാസത്തോടുള്ള വെല്ലുവിളിയായി പരിണമിക്കുന്ന അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്തരം യുക്തിവാദങ്ങൾ മനസ്സിൽ പൊന്തി വരിക സ്വാഭാവികമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇനിയും കീഴടക്കാൻ കഴിയാത്ത മഹാരോഗങ്ങൾക്ക് വിധേയരാകുമ്പോഴും മേൽപ്പറഞ്ഞ രീതിയിലുള്ള യുക്തിവാദം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവുന്നതാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം യുക്തിചിന്തയുടെ മുമ്പിൽ നിഷ്പ്രഭമാകുമ്പോഴാണ് ഇപ്രകാരമുള്ള പ്രതികരണം മനസ്സിലുണ്ടാകുന്നത്. യുക്തിവാദത്തിൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറി വിശ്വാസത്തിലൂന്നിക്കൊണ്ട് ജീവിത നൗകയെ നയിച്ചില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം തൻ്റെ ഭക്തജനങ്ങളിലൂടെ അരുൾ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിത യന്ത്രത്തെ നയിക്കാനുള്ള ഉപകരണങ്ങളാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർക്ക് തന്നെ സമസ്തവും നന്മയ്ക്കായി പരിണമിക്കുന്നതിന് ദൈവം അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. മരണത്തിനോ ജീവനോ മാലാഖമാർക്കോ ലോകത്തെ ഭരിക്കുന്നവർക്കോ സാത്താന്യ ശക്തികൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ശക്തികൾക്കോ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ സമസ്ത സൃഷ്ടിയിലുമുള്ള മറ്റേതെങ്കിലുമോ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്ന് ഇന്നത്തെ വേദവായന ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. പക്ഷേ നമ്മുടെ സങ്കുചിതമായ യുക്തിക്കും വിചാരങ്ങൾക്കും ഈ മഹാസത്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത വരുമ്പോഴാണ് നാം നൈരാശ്യത്തിലാണ്ട് പോവുകയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്തുവാൻ യാതൊന്നിനും കഴിയില്ലെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഇതല്ലാതെ ആശ്വാസം കണ്ടെത്തുവാൻ ആകാശത്തിന് കീഴിൽ മറ്റൊരു മാർഗവുമില്ല. ഓർക്കണമേ, പ്രവർത്തക നിരതനെപ്പോലെ ചിന്തിക്കുക, ചിന്തകനെപ്പോലെ പ്രവർത്തിക്കുക. എബ്രായലേഖനം 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.